ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനാൽ വിശുദ്ധമായ ഈ ദിവ്യ അൾത്താരയുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഒരുക്കിയ ദൈവത്തിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ 1000 നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് മഞ്ജുഷ് ഫിലിപ്പ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ്. എങ്കിലും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. എൻ്റെ അനുഭവസാക്ഷ്യം എന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൃപാസനം അമ്മ ഈ കഴിഞ്ഞ 90 ദിവസങ്ങളിൽ അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ കൂടെ എൻ്റെ സ്പിരിച്വാലിറ്റിയും ത്യാഗ് ചെയ്ത് ഒരു 90 ദിവസം ഞാൻ നടത്തിയ എൻ്റെ ആധ്യാത്മിക മേഖലയിലെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം എനിക്ക് അമ്മയിലൂടെ ഈശോയിൽ നിന്ന് ലഭിച്ച നിരവധി അനവധി നന്മകളെയും കൃപകളെയും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ജോസഫ് അച്ഛൻ ഒരിക്കലൊരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കൃപകളുള്ളവർ ഉടമ്പടിയിലൂടെ അത് വലുതാക്കിയെടുക്കണം, ധാരാളം കൃപകളുള്ളവർ ഉടമ്പടിയിലൂടെ അതിനെ സാക്ഷ്യമാക്കിയെടുക്കണം. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഈ ജീവിതം തന്നെ മുഴുവൻ ഞാൻ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എങ്കിലും എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ ഒരു 0 ആയിരുന്നു. കാരണം കൃപകൾ എന്നിൽ വളരെയേറെ ചൊരിയുന്നുണ്ടെങ്കിലും ഒരിക്കലും ആധ്യാത്മികതയുടെ മേഖലയിൽ ഉയരുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ എൻ്റെ ആത്മീയ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനും ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നു എന്ന് ജോസഫ് അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ, കർത്താവേ, ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നത് ഒരിക്കലും സ്വർഗത്തെ ലക്ഷ്യമാക്കിയല്ല, മറിച്ച് എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത് എന്ന ആത്മീയ ലക്ഷ്യത്തോടെ നിത്യതയിലേക്ക് ഉയരുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തെ പ്രാവർത്തികമാക്കുവാൻ മരിയൻ ഉടമ്പടി എൻ്റെ ആധ്യാത്മികതയെ സഹായിച്ച വഴികളാണ് ഞാനിവിടെ പറയുവാനായി ഉദ്ദേശിക്കുന്നത്. ജൂൺ മാസം 4-ാം തീയതി ഞാനൊരു അധ്യാപകനാണ്. ജൂൺ മാസം മുതൽ മാർച്ച് മാസം വരെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മേഖലയിൽ ശുഷ്കമാണ്. ഞാൻ പഠിപ്പിച്ചിരുന്നത് ഏതാണ്ട് എൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിലാണ്. രാവിലെ 7:45 സ്കൂളിൽ പോകണം. ആയതിനാൽ തന്നെ ഞാൻ ഉടമ്പടി എടുത്താലും അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. എങ്കിലും ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം വിശുദ്ധ കുർബാന ആയതുകൊണ്ട് തന്നെ അമ്മയോട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റം വേണമെന്ന്. പറഞ്ഞത് അത്ഭുതമെന്നോണം വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ മാത്രമുള്ള ഒരു സ്കൂളിലേക്ക് യാതൊരു ട്രാൻസ്ഫറിനും ഞാൻ കൊടുക്കാതിരുന്നിട്ടും എനിക്ക് അമ്മ മാറ്റം തന്നു. 90 ദിവസവും ഞാൻ ദേവാലയത്തിൽ പോകുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നു എന്നതാണ് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി അമ്മ തന്ന ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഉടമ്പടി പാലിക്കുക എന്നുള്ളതിന് എൻ്റെ ആധ്യാത്മിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ ഒരു തടസ്സവും ഉണ്ടാകുവാതിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇനിയുള്ള 90 ദിവസം നമുക്ക് യാതൊരു വിനോദ പരിപാടികളും വേണ്ട. മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ ഒരു ഓഡിയോ ബൈബിൾ ഉണ്ട്. ഞങ്ങളുടെ ഷോക്കേസിൽ TV അങ്ങനെയുള്ള മറ്റെല്ലാ വിനോദ പരിപാടികളും നിർത്തിയിട്ട് 90 ദിവസവും 24 മണിക്കൂറും, അതായത് 6 ദിവസത്തിൽ 1 ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ ഇങ്ങനെ അങ്ങ് കേൾക്കും. അത് കഴിഞ്ഞിട്ട് 90 ദിവസമായപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ 15 തവണയോളം മുഴുവൻ സമ്പൂർണ്ണ ബൈബിള് ഞങ്ങൾ വീട്ടിൽ ഇത് കേട്ടതിൻ്റെ ഫലമായിട്ട് പരിപൂർണമായ ഒരാത്മീയ അച്ചടക്കം ഞങ്ങളുടെ വീട്ടിൽ കരഗതമായി.
ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് 7 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സുള്ള 3 കുട്ടികളാണ് എനിക്കുള്ളത്. ഇവർക്കിന്ന് ബൈബിൾ കേൾക്കുക എന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ്. ഒരു കാലഘട്ടത്തിൽ TV കണ്ടിരുന്ന അവർക്ക് ഇന്ന് ഈ ബൈബിൾ കേട്ട് അത് ആസ്വദിക്കുവാനാണ്, അത് കേൾക്കുവാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ആധ്യാത്മികതയെ പുഷ്ടിപ്പെടുത്തുവാൻ അമ്മ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തെയും ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. പിന്നീടുള്ളത് ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളതാണ്. നമുക്കറിയാം ഭാരലഘുത്വം എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു അജണ്ടയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം 6 ഉടമ്പടി ധ്യാനം വരെ കേട്ട ദിവസമുണ്ട്. പക്ഷേ അത് ചിന്തിച്ചാലൊന്നും നടക്കില്ല. കാരണം 6 ഉടമ്പടി ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ 12-13 മണിക്കൂർ, ഒരു ഉടമ്പടി ധ്യാനം 2 മണിക്കൂറൊക്കെ ഉണ്ട്. ഇതൊന്നും നടപടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഏറ്റവും എനിക്ക് അതിപ്പോഴും മനസ്സിലാകുന്നില്ല, ഞാൻ എങ്ങനെ ഒരു 6 ഉടമ്പടി ധ്യാനം ഒരു ദിവസം, അതായത് 200 ഉടമ്പടി ധ്യാനം ഈ 90 ദിവസങ്ങൾ കൊണ്ട് ഞാൻ കേട്ടു. 2020, 21, 22, 23, ഇപ്പോൾ ഞാൻ 2019 ഉടമ്പടി ധ്യാനമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പോലും ഒരു ഭാരലഘുത്വം തന്ന് അമ്മ മാതാവ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ എന്നെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഉടമ്പടി പത്രവിതരണം, ഒരു മാസത്തിൽ 1000 പത്രമെങ്കിലും വിതരണം ചെയ്ത് എൻ്റെ ആത്മീയ അസറ്റ്, ആധ്യാത്മികതയുടെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന ലക്ഷ്യം. കാരണം അമ്മ എന്നിൽ ചൊരിഞ്ഞ കൃപകൾക്ക് ഈശോയ്ക്ക് എന്തെങ്കിലും സമ്മാനം എനിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ 1000 പത്രം വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അതെനിക്ക് അസാധ്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം 60 കെട്ട് പത്രം വേണം. അതിനേക്കാൾ ഉപരി ഏതാണ്ട് 6000-ഓളം രൂപയാണ്. അത്ര വലിയ വരുമാനമൊന്നും എനിക്കില്ല. ഏതായാലും എല്ലാ 1-2 ഞായറാഴ്ചകളിൽ ഞാനിവിടെ വരും. ഏറെക്കുറെ ഒരു മാസത്തിൽ 16 കെട്ട് പത്രത്തോളം ഞാൻ കൊണ്ടുപോയി ഓരോ ആതുരാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഓട്ടോ സ്റ്റാൻഡിങ്ങിൽ പല സ്ഥലങ്ങളിൽ ഞാൻ വിതരണം ചെയ്യും എല്ലാ മാസവും. അതുകൂടാതെ ഞാൻ ഈ ഉടമ്പടി പത്രം PDF ഫയലിലാക്കും. PDF ഫയലിലാക്കിയിട്ട് ഞാൻ കൃപാസനം ഉടമ്പടി പത്രം എന്നൊരു ടൈറ്റിൽ അത് കൊടുത്തിട്ട് എൻ്റെ മൊബൈലിൽ അതിൻ്റെ 10,000-ഓളം കോൺടാക്ട്സുകളുണ്ട്. ഈ കോൺടാക്ട്സുകളിലേക്ക് ഞാനങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 1000 പത്രം എന്നുള്ളതിൻ്റെ ദൗത്യം അമ്മ മാതാവിൻ്റെ കൃപയാൽ പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചകളിലെയും ഉടമ്പടി ധ്യാനം ഇതുപോലെ തന്നെ 1000 പേർക്ക് ഷെയർ ചെയ്യുവാനും അതുവഴിയായിട്ട് ധാരാളം ആൾക്കാർ, ഏതാണ്ട് എണ്ണം എനിക്ക് കൃത്യം, എന്നാലും 10-ലേറെ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടിയതായിട്ട് വ്യക്തമായി എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഉപവാസ പ്രാർത്ഥനകളിൽ 90 ദിവസം ഉപവാസം എടുക്കണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ പഠിപ്പീരിൻ്റെ തീഷ്ണതയും തീവ്രതയും കൊണ്ട് അത് നടപടിയില്ലാതെ 45 ദിവസം ഉപവാസം എടുക്കുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ചെയ്തു തന്നു. അതോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലും പൂർണ്ണമായും ഒരു അമ്മയുടെ സാന്നിധ്യം എപ്പോഴും, എന്തിലും അമ്മ, ഏത് കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും കൂടെ നിൽക്കുന്ന ഒരമ്മയെ ഈ 90 ദിവസം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നതോടൊപ്പം തന്നെ എൻ്റെ ആധ്യാത്മിക മേഖല എത്രയോ ഉന്നതമായി. മർക്കോസ് 13:20 പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവനാവുക എന്നുള്ള, അല്ലെങ്കിൽ നിത്യതയിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അതിശക്തമായി ഉയർന്നു. അതോടൊപ്പം തന്നെ അമ്മ എന്നിൽ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഞാൻ മുഴുവനൊന്നും പറയില്ല. കാരണം എനിക്കിതൊരു ആധ്യാത്മിക സാക്ഷ്യമായി എടുക്കാനാണ് ഇഷ്ടം. അതിനെ പർവ്വതീകരിച്ച് അനുഗ്രഹങ്ങളെ കൂടി ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം, എനിക്ക് 3 കുഞ്ഞുകുട്ടികളാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തേറെ ഇവർക്ക് എന്നും രോഗങ്ങളാണ്. എന്നും രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആശുപത്രി കൊണ്ടുപോക്കുക, ഇതിനുള്ള പൈസ മുടക്ക്, ഭാര്യയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാവർക്കും രോഗം. ആ ഒരു മേഖലയിൽ സഡൻ സ്റ്റോപ്പ് ഇട്ടതുപോലെ ഉടമ്പടിക്ക് ശേഷം ഇന്ന് ഒരു ഉടമ്പടി തിരിയും, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അതോടൊപ്പം തന്നെ ഉടമ്പടി തേനും. രോഗങ്ങളെല്ലാം പിള്ളേർക്കുണ്ട്. അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ശക്തമായ രോഗത്തോടെയാണ് വരുന്നത്. പക്ഷേ ഞാനിതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രോഗം എതിലേ പോയി എന്ന് കാണുന്നില്ല. പിറ്റേ ദിവസം ഒരു ഫ്രഷായിട്ട് സ്കൂളിൽ പോകും. അങ്ങനെ ഏറെക്കുറെ ഈ ഒരു ടൈമിൽ വളരെ ചുരുക്കം മറ്റെന്തെങ്കിലും ആവശ്യം കൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്നതല്ല. കഴിഞ്ഞ വർഷം 10 ദിവസം പോലും പോകാത്ത കുട്ടികൾ ഈ തവണ എല്ലാ ദിവസവും തന്നെ സ്കൂളിൽ പോയി എന്നുള്ളതാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായത്. പിന്നെ മറ്റൊന്ന്, ഞാൻ സ്കൂൾ മാറിയ കഥ പറഞ്ഞത് വളരെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ എൻ്റെ കുടുംബജീവിതത്തെ ഭംഗിയായിട്ട് ക്രമപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ കലുഷിതമായൊരു അന്തരീക്ഷമായിരുന്നു. അതിൽ നിന്നൊക്കെ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ കടാക്ഷത്താൽ ഏറ്റവും ശാന്തമായ രീതിയിൽ വൈഫ് തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു ധ്യാനം കൂടാൻ പോയി. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിച്ച് കിട്ടുകയും സർവോപരി എൻ്റെ ആത്മീയ മേഖലയിൽ നിത്യതയിലേക്കുള്ള ചിന്തയും ആഴമായ പാപബോധവും എന്നിൽ കൂടുതലായി ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ഈ ഉടമ്പടി കാലത്തെ ഏറ്റവും ആത്മീയമായ ഒരു ശ്രേഷ്ഠതയായി അമ്മ മാതാവിന് മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഉടമ്പടിയിലെ ഒന്നാമത്തെ തന്നെ ലക്ഷ്യം ഇതായിരുന്നു.
എനിക്ക് കൃപ കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണം, എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് അല്ലെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആത്മീയ മേഖലയിൽ ഉയരണം. ആ ഒരു മേഖലയിൽ 100% പൂർണ്ണമായ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് ചെയ്തു തന്നു എന്നുള്ളതിനെയും ഈ വിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവോപരി നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക് ആത്മീയ കാര്യങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന, നമുക്കറിയാം കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വയറ്റിപ്പിഴപ്പിനും വേണ്ടി മാത്രമുള്ള ഒന്നാണ്. കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഉടമ്പടി എന്ന് പറയുന്നത് തീർച്ചയായും കാർലോക്കിറ്റിസുമാരും ദൈവസഹായം പിള്ളമാരും അങ്ങനെ വിശുദ്ധരുടെ ഒരു കാലം നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ ആത്മീയ മനുഷ്യർക്ക് അല്ലെങ്കിൽ കുടുംബജീവിതക്കാർക്ക് ആത്മീയ മേഖലയിൽ ഉയരുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ഈ ഉടമ്പടി വഴി അമ്മ എനിക്ക് കാട്ടിത്തന്നു. തീർച്ചയായും ഈ ഉടമ്പടിയെ ഞാൻ പുതുക്കി ഇതേ രീതിയിൽ തന്നെ മുന്നേറാനുള്ള കൃപയ്ക്കായി ഞാൻ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ കൃപകൾ ഈ എളിയവനായി എന്നിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും സർവോപരി കൃപാസനം അമ്മയ്ക്കും എൻ്റെ നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു.